ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവാഗതനായ ജിത്തു സതീശൻ മംഗലത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 6 വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് സംഭവം അധ്യായം 1. ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ, അസ്കർ അലി, വിനീത് കുമാർ, ഫഹദ് സിദ്ദീഖ്, അസീം ജമാൽ, സെന്തിൽ കൃഷ്ണ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യം 3 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 1,21,00,000 രൂപയാണ് ഈ സിനിമ ഇന്നലെ വരെ കളക്ട് ചെയ്തിട്ടുള്ളത്. 4-ാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 20-25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1,45,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,80,00,000 റേഞ്ചിലുമാണ്. ക്രിസ്ത്യാന്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 27 വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മസ്തിഷ്ക മരണം. നിരഞ്ജൻ മണിയമ്പിള്ള രാജു, രജീഷ വിജയൻ, ശാന്തി ബാലചന്ദ്രൻ, ജഗദീഷ്, ദിവ്യപ്രഭ, സഞ്ജു റാം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,43,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 11-ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 8-10 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 11 ദിവസം കൊണ്ട് കേരളത്തിൽ 2,50,00,000 മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,20,00,000 റേഞ്ചിലുമാണ്. ശിവകാർത്തികേയൻ നിർമ്മിച്ച് നവാഗതനായ ശിവകുമാർ മുരുകേശൻ തിരക്കഥ സംവിധാനം ചെയ്ത തായ്ക്കിഴവി എന്ന തമിഴ് സിനിമ തിയേറ്ററിലെത്തിയിട്ട് 2ാമത്തെ തിങ്കളാഴ്ച കൂടിയ 11 ദിവസമാണ് പിന്നിടുന്നത്. രാധിക ശരത് കുമാർ, സിംഗംപുരി, അരുൾദോസ്, ബാലശരവണൻ, മുനീഷ് കാന്ത് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 10-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച തമിഴ്നാട്ടിൽ 5,08,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 10 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 37,98,00,000 രൂപയും, കർണാടകയിൽ 3,20,00,000 രൂപയും, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 45 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 65 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 42,28,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് 10 ദിവസം കൊണ്ട് 9,35,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 51,63,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. 9 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ തമിഴ്നാട് ഷെയറായി മാത്രം 17,70,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി 22,72,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വിശാൽ ഭരദ്വാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിരഞ്ഞെടുത്ത ബോളിവുഡ് സിനിമയാണ് ഓ റോമിയോ. ഷാഹിദ് കപൂർ, ട്രിപ്റ്റി ട്രിമി, നാനാ പട്ടേക്കർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 24 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 91,65,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $2.7 മില്യൺ, അതായത് 24,90,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 116,55,00,000 രൂപയാണ് ലോകമെമ്പാടുമായി 24 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 125 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി 53,80,00,000 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. ജയറാം നായകനായി ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ആശകൾ 1000. കാളിദാസ് ജയറാം, ആശ ശരത്, ഷറഫുദ്ദീൻ, ഇഷാനി കൃഷ്ണ, ആനന്ദ് മന്മഥൻ, ദിലീപ് മേനോൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 31 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരളത്തിൽ ഈ സിനിമ 7,69,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 32-ാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം റേഞ്ചിലാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11,45,00,000 റേഞ്ചിലുമാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ബിജു മേനോൻ, ജോജു ജോർജ്, ലെന എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ 6,01,00,000 രൂപയും കർണാടകയിൽ 37 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി 30 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 3,60,000, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 9,40,000 എന്നിങ്ങനെ 6,81,00,000 രൂപയാണ് ഇന്ത്യൻ ഫൈനലായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $4,55,000, അതായത് 4,14,00,000 രൂപയും സ്വന്തമാക്കി. അങ്ങനെ ലോകമെമ്പാടുമായി 10,95,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 16 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് കേരള ഷെയറായി ലഭിച്ചിട്ടുള്ളത് 2,60,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി ലഭിച്ചിട്ടുള്ളത് 4,57,00,000 രൂപയും മാത്രമാണ്. വമ്പൻ ദുരന്തമാണ് ഈ സിനിമ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.